ശരിക്കും ഈ കോക്ക് റിവ്യൂസ് തന്നെയാണ് ഈ പറയുന്നത്, അതോ ഇയാൾ മനഃപൂർവ്വം പടങ്ങളെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ്? ഇപ്പം മമ്മൂക്കയുടെ ലാസ്റ്റ് വന്ന പടവും ഇയാൾ പറ്റ മോശമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടപ്പോൾ അത് ഒരു വൺ ടൈം വാച്ചബിളായി മൂവിയായി തോന്നി. ഇപ്പം രണ്ടാമത് ഞാൻ ഈ വീഡിയോയിൽ വരാൻ തന്നെ കാരണം പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ പടത്തിനെ പറ്റി പറയാം. ആദ്യം തന്നെ പറയാം, പടം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പടത്തിൻ്റെ റിവ്യൂ അല്ല ഞാൻ പറയുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യണം. ബഹുഭൂരിപക്ഷം ഒരു 80% അതിൻ്റെ മുകളിൽ ആളുകളെല്ലാവരും ഒരു ഡീസൻറ്റ് ഫാമിലി മൂവി, ദിലീപേട്ടൻ്റെ തിരിച്ചുവരവ്, അങ്ങനെ എല്ലാമുള്ള റിവ്യൂസാണ് അങ്ങോളം ഇങ്ങോളം സോഷ്യൽ മീഡിയയിലും മറ്റുള്ള നമ്മൾ കാണുന്നവരും ഒക്കെ കണ്ടവരും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ പറയുന്നത്. എന്നിട്ട് ഞാൻ ഇയാളെ റിവ്യൂ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയി. ഞാൻ ഇയാളെ റിവ്യൂ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, പക്ഷേ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോയി. അപ്പോൾ ദാ ഇയാൾ തുടങ്ങിയിരിക്കുന്നു. കോമഡി വർക്കൗട്ടായില്ല, ക്ലീഷേ സബ്ജക്റ്റ്, മറ്റത് മറിച്ചത്. അപ്പോൾ എന്താ ഇയാൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇയാളുടെ ഒരു ആസ്വാദന നിലവാരം നമ്മളെ പോലെയുള്ള സാധാരണക്കാരിലേക്കാളൊക്കെ വേറെ ലെവലിലാണോ? എന്താ സംഭവം എന്ന് കറക്റ്റ് മനസ്സിലാവില്ല. ഏതായാലും നമുക്ക് ഇയാൾ പറഞ്ഞ ആ റിവ്യൂവിലെ ഒരു പ്രസക്ത ഭാഗം നമുക്കൊന്ന് കാണാം. ഡയറക്ടർ പവി അങ്ങനെ ആയിരുന്നില്ല, അത് ദിലീപേട്ടന് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം പരിപാടി മാറ്റിയതാണ്. അത് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത്. അത് റൈറ്റർ ആരായിക്കോട്ടെ, ഡയറക്ടർ ആരായിക്കോട്ടെ, ദിലീപ് സിനിമ വരുമ്പോൾ മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ അതിന്റെ ഏറും കളിയാണ് ഈ സിനിമയ്ക്കകത്ത്, ഏറും കളി. അങ്ങനെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപേട്ടന്റെ സിനിമകളിലെ പല കോമഡി സീൻസും അദ്ദേഹം തന്നെ കൈന്നിടുന്നതും അതുപോലെ തന്നെ ചില ഡയലോഗ്സ് ഒക്കെ അദ്ദേഹം പറയുന്നതാണെന്ന് തോന്നുന്നു. ഇതിൽ തന്നെ സിദ്ദിഖിന്റെ പല ഡയലോഗ്സും കേട്ടപ്പോൾ ദിലീപേട്ടൻ കൈൻഡ് ഓഫ് ഡയലോഗ്സാണ്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ഈ സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി. എന്തോ കണ്ടില്ലേ, ദിലീപേട്ടൻ്റെ പഴയകാല കോമഡികൾ, ചവറ് കോമഡികൾ, അതുപോലെ സിദ്ദീഖിൻ്റെ കോമഡികളും ദിലീപിൻ്റെ ആ ഒരു വേർഷനോ ലെവലിലാണ് ഈ സിനിമയിലുള്ളതെന്നാണ് പറഞ്ഞത് ഇയാൾ പറഞ്ഞത്. ബഹുഭൂരിപക്ഷം പടം കണ്ട പ്രേക്ഷകർ പറഞ്ഞതോ കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ദിലീപേട്ടൻ ദിലീപേട്ടൻ്റെ നല്ലൊരു തിരിച്ചുവരവാണ് പടം എന്നാണ് പറഞ്ഞത്. വീണ്ടും ഉണ്ട്, നമുക്ക് കാണാം. പിന്നെ വളരെ കോമഡികളാണ്. സിദ്ദീഖും ദിലീപും കൂടെ കല്യാണം പറയാൻ പോകും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കണ്ടെത്തലുകൾ കോമഡിയാണ്. അപ്പോൾ വീട്ടിൽ ആളില്ല, അപ്പോൾ CCTV നോക്കിയിട്ട് കല്യാണം വിളിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദീഖ് വിളിച്ചത് അന്ന് സെറ്റായിട്ടില്ല, ചിലപ്പോൾ ശബ്ദം ഇല്ലെങ്കിലോ CCTV-യിൽ. അപ്പോൾ ദിലീപ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് കോമഡിയാണ്. കല്യാണത്തിന് അങ്ങനെ ഫുഡ് അടിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഇടുന്ന കോമഡികൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം, തിയേറ്ററിൽ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവരെന്തിനാണ് ചിരിക്കുന്നത്? അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ചിരി വരാറില്ല. ഭയങ്കര ക്രിഞ്ചായിട്ട് തൊലി ഉരിയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ജോണി കണ്ടില്ലേ, ഞാനൊരു സീൻ എടുത്ത് പറയാണ്. അതായത് ദിലീപും അച്ഛൻ ക്യാരക്ടറെ സിദ്ദീഖും കൂടെ കല്യാണം വിളിക്കാൻ പോകുന്നു. വീട്ടിൽ ആളില്ല. അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പം കാലഘട്ടത്തിനനുസരിച്ച് CCTV ഉണ്ടല്ലോ. അപ്പോൾ CCTV നോക്കിയിട്ട് കല്യാണം വിളിക്കുന്നു. അപ്പോൾ അതിൽ ശബ്ദം കിട്ടില്ല എന്ന് കരുതിയിട്ട് ദിലീപ് ആംഗ്യം കാണിക്കുന്നു, ഉണ്ണിട്ട് പോകണം എന്നുള്ള. അത് സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഒന്നുകൂടി പറയണം. പക്ഷെ ആ സീനൊരു പുതുമയുള്ള സീനാണ്. ദിലീപിൻ്റെ ആക്ടിങ്ങും സിദ്ദീഖും അറിയാലോ, നല്ലൊരു സീനായിട്ടുണ്ടാവും. കാരണം ഇയാളെന്നെ പറയുന്നുണ്ട്, തിയേറ്ററിൽ എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നു. എന്തിനാ ചിരിക്കുന്നു എനിക്കറിയില്ല എന്ന്. എടോ, തനിക്കറിയാത്ത തനിക്ക് കോമഡി വർക്ക് കോമഡി കുറച്ച് ഉള്ളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബലം പിടുത്തവും ഒരു നല്ലൊരു ഫീലോടെ കൂടെ തലയിൽ ഒരു കനവും ഇല്ല, നല്ലപോലെ ഇരുന്ന് കണ്ടാൽ ആ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. താൻ തിയേറ്ററിൽ പോകുന്ന എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിച്ച് അതിൽ ഇടാമെന്ന് കരുതിയിട്ട് ആ ഒരു മൈൻഡ് സെറ്റോടെ പോയി ഇരിക്കുമ്പോൾ തനിക്കിതിൽ ഈ കോമഡികളൊന്നും മനസ്സിലാവില്ല. താൻ പറഞ്ഞതിന് ഇതിന് അർത്ഥം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരാളും അതോ ഒരു വളരെ ചുരുക്കം പേരെ ആളുകളെ ആ സീന് ചിരിച്ചിട്ടുള്ളെന്നുണ്ടെങ്കിൽ താൻ പറയുന്നതിന് കാര്യം ഉണ്ടാവും. അപ്പൊ താൻ തന്നെ പറയുന്നു ഭൂരിപക്ഷം ആളുകളും ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ പ്രശ്നമല്ല, അത് തൻ്റെ പ്രശ്നമാണ്. ഏതോ ഓർഡിനറി സിനിമയിലുണ്ടല്ലോ, ഇതേമാതിരി ഒരു ഇതിൽ പരിപാടിക്ക് പോയിട്ട് എല്ലാവരും കൂടി കൂട്ടം തെറ്റുമ്പോൾ എല്ലാവരും കൂട്ടായിട്ട് പോയിട്ട് ഒരാൾ കൂട്ടം തെറ്റുമ്പം ഒരാൾ വന്നിട്ട് പറയാണ്, എൻ്റെ കൂടെ ഉള്ള 40 അല്ലെ 60 ആൾക്കാർ കൂട്ടം തെറ്റിപ്പോയിന്ന്. ശരിക്കും കൂട്ടം തെറ്റി ഇയാളാ. ആ ഒരു ലെവലാണ് താൻ പറഞ്ഞത്. തനിക്കെന്തോ പ്രശ്നമുണ്ട്. കോമഡി വർക്കൗട്ട് ആവത്തല്ല, തൻ്റെ മൈൻഡ് സെറ്റ് ആ ലെവലിലാണ്. അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മിസ്റ്റർ കോക്ക്. പിന്നെ താൻ പറഞ്ഞല്ലോ ഇതിനു മുന്നൊക്കെ
പറയുന്നില്ല ബ്രോമൻസ്, ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാണ്, ബ്രോമൻസ് വളരെ നല്ല അടിപൊളി പടം. മാത്യൂസിന്റെ അഭിനയമൊക്കെ വേറെ ലെവല്. അത് പൊക്കി പിടിച്ചിരുന്നല്ലോ. സത്യം പറയാലോ, മുഖം നോക്കാതെ പറയല്ലോ, ബ്രോമൻസ് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടതല്ല, OTT റിലീസായപ്പോൾ കണ്ടതാണ്. എനിക്ക് പടം വർക്കൗട്ടായില്ല. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും. സത്യം പറയാലോ, എന്താ ഒരു നമ്മളെ പ്രേക്ഷകനെ ഒരു എൻഗേജിങ് ആക്കുന്ന ഒരു ഘടകവും അതിൽ ഞാൻ കണ്ടില്ല. മാത്യൂസൊക്കെ ഇതിനെക്കാട്ടും നന്നായിട്ട് കോമഡി ചെയ്ത പടങ്ങൾ വേറെ ഉണ്ട്. അതൊന്നും ഈ മിസ്റ്റർ ഗോവ് കണ്ടിട്ടില്ല. മാത്യൂസ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലി നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് കണക്ട് ആയില്ല. ഐ മീൻ കോമഡി രീതിയിൽ കണക്ട് ആയില്ല. അത് ഇയാൾക്ക് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ച്, ഇയാള് ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയാണ്. ഇയാളെ ഒരു കോമഡി സെൻസൊക്കെ വേറെ ലെവലാണ്. ആ ലെവലിൽ ഇയാൾ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇയാൾ എന്താണ് വന്ന് ഇതേപോലെ തേമ്പും. അപ്പോൾ നിങ്ങൾ പറയും എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആവില്ലല്ലോ, 100% ഒരു സിനിമ ഒരാളെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ. എത്ര ബ്ലോക്ക് ബസ്റ്ററായ പടങ്ങളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, ഓക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഇയാളൊരു ഇൻഫ്ലുവൻസറാണ്, പ്രത്യേകിച്ച് സിനിമ റിവ്യൂസ് മേഖലകളിലെ ഒരു ഇൻഫ്ലുവൻസറാണ്. ഇയാളെ പടം കണ്ടിട്ട് വിലയിരുത്തിയിട്ട് പോകുന്ന പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ എത്രത്തോളം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ പറയും ഒരാളെ റിവ്യൂ ഒന്നും കേട്ടിട്ടില്ല നമ്മൾ പോവുക, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഒരു ന്യൂനപക്ഷം ഇയാളുടെ റിവ്യൂ അനുസരിച്ച് പടം കാണാൻ തീരുമാനിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിൽ ഇയാൾ തെറ്റിദ്ധാരണയല്ല ഉണ്ടാക്കുന്നത്. 100-ൽ 1-2 ആൾക്കാരെ മാനസികാവസ്ഥയിലാണ് ഇയാൾ പടം കാണുന്നത്. കാരണം അത്രയും ഒരു സീൻ തന്നെ ഇയാൾ എടുത്തു പറഞ്ഞു. ആ സീനിൽ ഒരുപാട് ആളുകൾ ചിരിച്ചെന്ന് ഇയാൾ തന്നെ പറയുന്നു. അപ്പൊ ആ സീന് വർക്കൗട്ട് ആയതുകൊണ്ടല്ലടോ ഓക്കെ അത്രയും ആളുകൾ ചിരിച്ചത്. ആ ഒരു കോമൺ സെൻസ് തനിക്കില്ല, തൊലി ഉരിഞ്ഞു പോയത്രേ. അപ്പൊ എന്താവിടെ തന്റെ കോമഡി മൈൻഡ്, കോമഡി സെൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യണം, ഇതേപോലെ പടങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ അവരെ വിളിച്ചിട്ട് എൻ്റെ കുറച്ച് കോമഡി ഉണ്ട്, മറ്റേ ശ്രീനിവാസം ഒരു പടത്തിൽ പറഞ്ഞിട്ടല്ല, തിരക്കഥ വിളിക്കാനുണ്ട് എന്നിട്ട് നടക്കണം. അതേമാതിരി കോമഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് തൻ്റെ അടുത്തുള്ള ഓരോ കോമഡികൾ കേൾക്കുമ്പോൾ മനുഷ്യന് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമഡികൾ അവർക്ക് കൊടുക്കുക. ഓക്കെ, എന്നാൽ തൻ്റെ ആ ലെവലിലെ കോമഡി കിട്ടിക്കോളും. പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, താൻ ആദ്യം പോയി പടം കാണുക, എന്നിട്ട് റിവ്യൂ പറയാൻ വാ എന്ന് പറയാൻ വരുന്നവരോട് ഇതൊരിക്കലും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിവ്യൂ അല്ല. അതാദ്യം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, വീണ്ടും ഞാൻ ക്ലാരിഫിക്കേഷൻ തരികയാണ്. ഇത് കോക്കി എന്ന് പറയുന്ന പ്രഗത്ഭനായ റിവ്യൂവറുടെ ചതിക്കുയി ഞാൻ തുറന്നു കാട്ടുകയാണ്. മനസ്സിലായില്ലേ? ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒരു പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ ഒരു സിനിമയുടെ റിവ്യൂ പ്രഗത്ഭനായ വ്യക്തിയായ അശ്വന്ത് ഗോക്ക് കൊടുത്ത റിവ്യൂവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എടുത്തു കാണിച്ചതാണ്. അത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ ഒരു വീഡിയോ രൂപേണ ഞാൻ എടുത്തു കാണിച്ചെന്നുള്ളൂ. അതാണ് എൻ്റെ ലക്ഷ്യവും. ഓക്കെ, ഇതിനു മുന്നേ ഞാൻ കോക്കിൻ്റെ വീഡിയോക്കെതിരെ, റിവ്യൂവിനെതിരെ ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് മമ്മൂക്കയുടെ പടത്തിനെ പറ്റിയായിരുന്നു പരാമർശിച്ചത്. അന്ന് കമന്റ് ബോക്സിൽ നീ ഇക്ക ഫാൻ അല്ലടാ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം തുടരും മൂവി വന്നപ്പോഴും ഞാൻ നല്ല റിവ്യൂ പറഞ്ഞു. അപ്പം ഞാൻ ലാലേട്ടൻ ഫാനായി. അപ്പം ഇന്ന് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ ദിലീപ് ഫാനും ആവും. അപ്പം അങ്ങനെ ഒരുപാട് ആളുകളുടെ ഫാനാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഫാൻ ബേസ് വെച്ചിട്ടല്ല ഒരിക്കലും പടത്തിനെ വിലയിരുത്തുന്നതും റിവ്യൂസ് പറയുന്നതും. ഓക്കെ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം അത് ഞാൻ വിളിച്ചു പറയുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പുറത്ത് ഒരുപാട് ആളുകൾക്ക് ശരിയാണ്. പക്ഷെ കോക്കിന്റെ കാര്യം അങ്ങനല്ല, അവിടെയാണ് വ്യത്യസ്തമാവുന്നത്. കോക്കൊരു നിഷ്പക്ഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാരലൽ വേൾഡ് ഉണ്ട്. അതിന് അയാളുടെ കൂടെ കുറച്ച് ആളുകളുണ്ട്. അതാണ് അയാളുടെ ശക്തി. ആ പാരലൽ വേൾഡിൽ കയറി നിന്നിട്ട് അയാൾ ഇങ്ങനെ തോന്നിയവാസം പോലെ വിളിച്ചു പറയും. അതിന് ക്ലാപ്പ് അടിക്കാനും കൈയടിക്കാനും വിസിലൂതാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അതുതന്നെയാണ് അയാളുടെ ശക്തിയും അയാൾ ഇങ്ങനെ ഈ കാര്യങ്ങൾക്ക് മുതിരുന്നതിനുള്ള കാരണവും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളൊക്കെ ഇയാളെ കൂടെ നിൽക്കാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഇയാൾ പറയുന്നത് പക്ക പൊട്ടത്തരങ്ങളാണ്. ഇയാൾക്കൊരു കോമഡിയും വർക്കൗട്ട് ആവില്ല. ബഹുഭൂരിപക്ഷം ആളുകൾ തിയേറ്ററിൽ നിന്ന് ചിരിച്ച കോമഡിയും ഇയാൾക്ക് വർക്കൗട്ട് ആവില്ല. നേരെ മറിച്ച് ഇയാൾക്ക് തൊലി ഉരിയും. എന്നിട്ട് ഇയാൾക്ക് വർക്കൗട്ട് ആവുന്ന കോമഡികൾ ബ്രോമൻസ് സിനിമയിലെ കോമഡികളാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത്.
ഈ 2 കാര്യങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇയാളുടെ കോമഡി നിലവാരവും ഇയാളുടെ സിനിമ നിലവാരവും. വേറൊന്നും പറയാനില്ല. കീപ് ഗോയിങ് അശ്വന്ത് കോക്ക്. ഓക്കെ, ഈ താങ്കളെ തിരുത്താനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. അത് നടക്കുമെന്ന് എനിക്കറിയില്ല, നടക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, കീപ് ഗോയിങ്. ഓൾ ദ ബെസ്റ്റ്.